ഇപ്പോൾ ലഭിക്കുന്ന ഒരു വാർത്തയിലേക്ക് NCP നേതാവ് അജിത് പവാറിന്റെ മരണത്തിനിടയാക്കിയ വിമാനാപകടത്തിൽ VSR വെഞ്ചേഴ്സിനെതിരെ നടപടിയുമായി DGCA. VSR വെഞ്ചേഴ്സിന്റെ 4 വിമാനങ്ങൾ ഗ്രൗണ്ട് ചെയ്തു എന്ന വാർത്ത ഇപ്പോൾ വരുന്നു. PR അരവിന്ദ് ഡൽഹിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അരവിന്ദ്, എന്താണ് ഇപ്പോൾ ഇങ്ങനെ ഒരു നടപടിയിലേക്ക് DGCA പോകാനുള്ള കാരണം? പ്രജിൻ, ജനുവരി 28-നാണ് അജിത് പവാർ സഞ്ചരിച്ചിരുന്ന VSRന്റെ ലിയർജെറ്റ് 45 എന്ന വിമാനം അപകടത്തിൽപ്പെടുന്നത്. ഈ വിമാനത്തിന്റെ ഇതുമായി ബന്ധപ്പെട്ട സുരക്ഷാ ഓഡിറ്റിന്റെ ഈ അപകടം നടന്നതിന് പിന്നാലെ തന്നെ DGCA ഉത്തരവിട്ടിരുന്നു. ഈ സുരക്ഷാ ഓഡിറ്റിന്റെ റിപ്പോർട്ട് വന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ DGCയുടെ നടപടി ഉണ്ടായിരിക്കുന്നത്. നിരവധി സുരക്ഷാ ലംഘനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കണ്ടെത്തി എന്നതാണ് DGCA വ്യക്തമാക്കുന്നത്. ഈ VSR വെഞ്ചേഴ്സിന് നിലവിൽ 7 വിമാനങ്ങൾ പ്രൈവറ്റ് ജെറ്റുകളാണ് ഉള്ളത്. അതിൽ 4 വിമാനങ്ങൾ ഇപ്പോൾ ഗ്രൗണ്ട് ചെയ്യാനാണ് ഇപ്പോൾ DGCA ഉത്തരവിട്ടിരിക്കുന്നത്. അജിത് പവാർ അപകടത്തിൽപ്പെട്ട വിമാനം ഉൾപ്പെടെ ഉണ്ട്. നേരത്തെ 7 വിമാനങ്ങൾ, 1 വിമാനം നഷ്ടമായി. ബാക്കിയുള്ള 6 വിമാനങ്ങളിൽ 4 വിമാനങ്ങൾ ഗ്രൗണ്ട് ചെയ്യാൻ ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നു. കൂടുതൽ പരിശോധനകൾ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നു എന്നതാണ് ഇപ്പോൾ DGCA വ്യക്തമാക്കുന്നത്. ഫെബ്രുവരി 2-നാണ് ഈ ഓഡിറ്റിന് ഉത്തരവ് DGCA നൽകുന്നത്. ഫെബ്രുവരി 4-ന് ഈ പരിശോധന ആരംഭിക്കുകയും ഫെബ്രുവരി 16-ന് ഈ പരിശോധന പൂർത്തിയാവുകയും ചെയ്തു. ഇതിന് പിന്നാലെ റിപ്പോർട്ട് DGCAക്ക് സമർപ്പിക്കുകയും DGCയുടെ റിപ്പോർട്ട് പരിശോധിച്ച ശേഷമാണ് ഇപ്പോൾ 4 വിമാനങ്ങൾ ഗ്രൗണ്ട് ചെയ്യാൻ നിർദ്ദേശം ഇപ്പോൾ DGCയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. എന്തായാലും അപകടവുമായി ബന്ധപ്പെട്ട അന്തിമ റിപ്പോർട്ട് ഫെബ്രുവരി 20-നകം പുറത്തു വരുമെന്നതാണ് വ്യോമയാന മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നത്. എന്താണ് അപകടത്തിന് കാരണമെന്നുള്ള കാര്യങ്ങളെല്ലാം അന്തിമ റിപ്പോർട്ട് വരുമ്പോഴായിരിക്കും കൂടുതൽ വ്യക്തമാവുക. എന്തായാലും വിമാന കമ്പനിയുടെ ഭാഗത്തുനിന്ന് ഗുരുതരമായ വീഴ്ചകൾ ഉണ്ടായിരുന്നു, സുരക്ഷാ ലംഘനമുണ്ടെന്ന ആരോപണം ശരിവെക്കുന്നതാണ് ഇപ്പോൾ DGCയുടെ നടപടി. PR അരവിന്ദാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.